നമസ്കാരം. നടൻ ദിലീപ് ഉൾപ്പെട്ട ആക്രമണ കേസിന്റെ വിധി ഇന്ന് വരാനിരിക്കെ കേസിന്റെ നാൾവഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. കേസിന്റെ തുടക്കം 2017 മലയാളത്തിലെ പ്രമുഖ നടി സഞ്ചരിച്ച വാഹനം ആക്രമിക്കപ്പെടുകയും അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി. ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണത്തിൽ പ്രധാന പ്രതിയായ സുനിൽ കുമാർ അഥവാ പൾസർ സുനി അറസ്റ്റിലായി. ഈ സമയത്ത് കേസിന് പിന്നിൽ ഒരു കൊട്ടേഷൻ സാധ്യതയുണ്ടെന്ന സംശയങ്ങൾ ഉയർന്നിരുന്നു. തുടർന്ന് ഈ കേസിൽ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണത്തെ തുടർന്ന് 2017 ജൂലൈ 10 ദിലീപിനെ അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹത്തെ ഏഴാം പ്രതിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രധാന ആരോപണങ്ങൾ: നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതിലെ മുഖ്യ ആസൂത്രകൻ ദിലീപാണെന്നും വ്യക്തിവൈരാഗ്യമാണ് ഇതിന് കാരണമെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു. കേസിൽ ദിലീപിന് 85 ദിവസം ജാമ്യമില്ലാതെ റിമാൻഡ് ചെയ്തു. 85 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം കർശന ഉപാധികളോടെ കേരള ഹൈക്കോടതി ദിലീപിന് ജാമ്യം അനുവദിച്ചു. ഇതിനിടയിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ ചില വെളിപ്പെടുത്തലുകൾ കേസിന് വലിയ വഴിത്തിരിവുണ്ടാക്കി. ദിലീപിന്റെ കൈവശം ആക്രമണത്തിന്റെ ദൃശ്യങ്ങളുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് ശ്രമിച്ചു എന്നും അദ്ദേഹം ആരോപിച്ചു. ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ പോലീസ് തുടർ നടപടികൾ ആരംഭിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. ദിലീപിനെതിരെ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തൽ, ഗൂഢാലോചന നടത്തിയെന്ന പേരും ചേർത്ത് പുതിയ കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇനി നിലവിലെ കോടതി നടപടികളും സ്ഥിതികളും ഒന്ന് പരിശോധിക്കാം. കേസിന്റെ വിചാരണ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പുരോഗമിച്ചു വരികയാണ്. വിചാരണ വേഗത്തിലാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ടായിരുന്നു. പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങൾ: സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ശ്രമമുണ്ടായി എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പലതവണ വാദിച്ചു. പക്ഷേ ദിലീപിനെ കേസിൽ മനഃപൂർവ്വം കുടുക്കിയതാണെന്നും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ വ്യാജമാണെന്നും പ്രതിഭാഗം വാദിക്കുകയും ചെയ്തു. കേസിലെ പ്രധാന തെളിവുകളായ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടും തുടർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതായി ബന്ധപ്പെട്ടും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിരവധി നിയമ പോരാട്ടങ്ങൾ നടന്നു. ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ് ദിലീപ് കേസ്. സിനിമാ രംഗത്തു നിന്നുള്ള പ്രമുഖർ ഉൾപ്പെട്ട ഈ കേസ് കേരളത്തിന്റെ നിയമചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി നിലനിൽക്കുന്നു. നീതി തേടിയുള്ള അതിജീവിതയുടെ പോരാട്ടമാണ് ഈ കേസിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. കോടതിയുടെ അന്തിമ വിധിയിലൂടെ മാത്രമേ കേസിൽ പൂർണ്ണ സത്യം പുറത്തുവരികയുള്ളൂ. അടുത്ത ദിവസം തന്നെ വരാനിരിക്കുന്ന കോടതി വിധി എന്താണെന്ന് നമ്മൾക്ക് കണ്ടറിയാം.